എയർ ലെയറിങ് ചെയ്ത് വേര് പിടിപ്പിച്ചെടുത്ത കുറച്ച് തൈകളാണിത്. ഇതിൽ കിലോപ്പേര, അതുപോലെ മിറാക്കിൾ ഫ്രൂട്ട്, നാരകം, അങ്ങനെ കുറച്ച് തൈകളാണ്. പോട്ടി മിക്സ് സാധാരണ പോലെ തന്നെ മണ്ണ്, ചകിരിച്ചോറ്, അതുപോലെ വേപ്പും പിണ്ണാക്ക്, എല്ലുപൊടി ഇവയൊക്കെയാണ് ചേർത്തത്. കുമ്മായം ഇട്ട് ഒരു 15 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ നടാനും ഉപയോഗിക്കുക. പക്ഷേ ഞാൻ ഡോളോമിറ്റാണ് കൊടുക്കാറുള്ളത്. ഡോളോമിറ്റ് ആകുമ്പോൾ അപ്പോൾ കൊടുത്താൽ മതി. ഇനി ഇതുപോലെ കവറ് പൊട്ടിച്ചെടുക്കുന്ന സമയത്ത് വേരുകളൊന്നും വല്ലാതെ നഷ്ടപ്പെടാതെ പതുക്കെ അഴിച്ചെടുക്കുക. എയർ ലെയറിങ് ചെയ്ത് വെച്ച് നല്ലതുപോലെ വേര് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് കട്ട് ചെയ്ത് അപ്പോൾ തന്നെ ഒരു ചട്ടിയിലേക്ക് മാറ്റാം. ചിലർ പറയുന്നത് കേൾക്കാൻ, ഇത് പകുതി ഭാഗം കട്ട് ചെയ്ത് വെക്കുക, കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം മുഴുവനായി കട്ട് ചെയ്ത് അങ്ങനെ എടുക്കാൻ പറ്റുമെന്ന്. പക്ഷെ ഞാനിത് വേര് വന്ന് നല്ലപോലെ തിങ്ങിയെന്ന് ഉറപ്പായാൽ അപ്പോൾ തന്നെ കട്ട് ചെയ്ത് പുതിയ ഒരു ചട്ടിയിലേക്ക് മാറ്റാറാണ്. അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. എനിക്കിതുവരെ ഒരു തൈ പോലും നഷ്ടപ്പെട്ടു പോയിട്ടുമില്ല. നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ പല രീതിയിലും നമുക്കത് പരീക്ഷിച്ച് അറിയുകയും ചെയ്യാം. ആദ്യമൊക്കെ ഇതുപോലെ എയർ ലെയറിങ് ചെയ്ത് ചട്ടിയിലേക്ക് മാറ്റിയാൽ അത് നല്ലപോലെ തണൽ ഉള്ള സ്ഥലത്താണ് വെക്കാറുള്ളത്. അങ്ങനെ നോക്കിയപ്പോൾ നമ്മൾ ചട്ടിയിൽ വെക്കുമ്പോൾ അതിലുള്ള ഇലകളെല്ലാം കൊഴിഞ്ഞു പോയതിന് ശേഷം പിന്നീട് പുതിയ കൂമ്പ് കിളിർത്ത് വരും. പക്ഷെ തൈ ഉണങ്ങിപ്പോവില്ല. പിന്നീട് ഇതുപോലെ ചട്ടിയിൽ നിറച്ചതിന് ശേഷം നല്ലപോലെ നനച്ചു കൊടുത്ത് അല്പം വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വെച്ച് നോക്കി. അങ്ങനെ വെച്ചപ്പോൾ നിലവിൽ ഇതിലുള്ള ഇലകളൊന്നും കൊഴിഞ്ഞ് പോകുന്നതായിട്ട് കാണുന്നില്ല. ചെടി പെട്ടെന്ന് വേര് പിടിക്കാനും സഹായിച്ചിട്ടുണ്ട്. ഇതൊക്കെ എൻ്റെ ഒരു അറിവാണ്, ഞാൻ ചെയ്ത് പരീക്ഷിച്ച് നോക്കിയതാണ്. ഇതുപോലെ എല്ലാവർക്കും വീട്ടിൽ ഫ്രൂട്ട്സ് പ്ലാന്റൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരുപാട് തൈകൾ ഉണ്ടാക്കിയെടുക്കുക. എയർ ലെയറിങ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ അധികം വെയിലുള്ള സമയത്താണെങ്കിൽ എയർ ലെയറിങ് ചെയ്ത് വെച്ച കവറിനുള്ളിലേക്ക് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചെറുതായിട്ടൊരു നന കൊടുക്കണം. മണ്ണിൻ്റെ കൂടെ ചകിരിച്ചോറ് ചേർക്കുന്നത് ഒരു ഈർപ്പം നിലനിർത്താനും മണ്ണ് കട്ട പിടിച്ച് പോകാതിരിക്കാനും. പക്ഷേ നമ്മൾ ചട്ടി വർഷത്തിലൊരിക്കലൊക്കെ റീപോട്ടിങ് ചെയ്യുകയാണെങ്കിൽ ചകിരിച്ചോറ് ഇട്ട് കൊടുത്തിട്ട് കാര്യമുള്ളൂ. കാരണം കുറേ കഴിയുമ്പോൾ ചകിരിച്ചോറും മണ്ണായി മാറും. മണ്ണിൻ്റെ കൂടെ പൂഴി ഇട്ട് കൊടുത്താലും നല്ലതാണ്, നല്ല വേരോട്ടം കിട്ടും. നമ്മളൊരു പുതിയ തൈ വെച്ച് ഒരു 2-3 മാസം കൊണ്ട് തന്നെ അത് കായ്ക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ എയർ ലെയറിങ് ചെയ്തെടുത്ത കമ്പ് കുഴിച്ചിടുകയാണ് നല്ലത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ.